ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവീൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവീൻ. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സുരേഷ് മാസ്റ്റർ ഇപ്പോൾ നമ്മുടെ വാർഡ് കൗൺസിലറാണ്. പക്ഷേ അതിലെല്ലാം ഉപരി നമ്മുടെ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട HM ആയിരുന്നു സുരേഷ് മാസ്റ്റർ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട റീന ടീച്ചർ നമ്മുടെ HM, അതുപോലെ നമ്മുടെ സുജാത ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂളിൻ്റെ 32ാമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 32 വർഷവും ഇങ്ങനെ രക്ഷിതാക്കളെ സ്വാഗതം ചെയ്തും കുട്ടികളെ കൂടെ നിന്ന് ആടിയും പാടിയും സുജിത ടീച്ചർ ഇവിടെ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ വേദിയിൽ ഇപ്പോൾ ഈ നിമിഷം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമ്മൾ ജൂണിൽ സ്കൂൾ തുറന്ന് ഒരു കൊല്ലം, ഏതാണ്ട് ഒരു വർഷം തീരാറായല്ലോ. ഈ സമയത്താണ് നമ്മുടെ കുട്ടികളുടെ വാർഷികാഘോഷം നടക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എൻ്റെ കൂടെ അവരുടെ സഹകരണം ഇല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റും എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഇന്നത് വേണം, നമ്മുടെ നഴ്സറിക്ക് ഇന്നത് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്ത് പറഞ്ഞാലും അത് ഒട്ടും അപ്രിയമില്ലാതെ ശരി അത് റെഡിയാക്കുക, അങ്ങനെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ നഴ്സറി സ്കൂൾ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവ് ഇന്നലെ ഇപ്പോൾ നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളുടെ വാർഷികാഘോഷമാണ് ഇന്നലെ നടന്നത്. അപ്പോൾ ഇന്നലെ ആ കുട്ടികൾ കളിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം ഒക്കെ നമ്മുടെ കയ്യിലൂടെ പോയ കുട്ടികളാണ്. അപ്പോൾ അവർ നന്നായിട്ട് ആടിയും പാടി കളിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷവും നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ LKG ചേർത്ത രക്ഷിതാക്കളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം അവർ നഴ്സറിയിൽ ഇങ്ങോട്ട് ചേർത്ത് വരുമ്പോൾ ആദ്യം വരുന്ന ദിവസം കരച്ചിലാണ്, അവർക്ക് പേടിയാണ്. ഈ കുട്ടികൾ എങ്ങനെ ക്ലാസ്സിലിരിക്കുക, എന്താ ചെയ്യുക, ഓരോ ദിവസവും കുട്ടി അത് ചെയ്യോ, കുട്ടി ഇത് ചെയ്യോ, അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യത്തിനും അവർക്ക് ആകുലതയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൂടെ നിന്ന് ഇപ്പോൾ രക്ഷിതാക്കളുടെ സഹകരണവും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാവേണ്ടേ. കുട്ടീനോട് പറയുന്ന പോലെ തന്നെ നമ്മൾ രക്ഷിതാക്കളെയും പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോ ഈ പ്രായത്തിൽ ഇന്ന മാതിരിയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ കൂടെ അവരുടെ സഹകരണം കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഏതായാലും അത് നമ്മുടെ ഈ 3ാമത്തെ ടേമാണല്ലോ. ആദ്യത്തെ ടേമിൽ നമ്മൾ കുട്ടികൾ കുറേ പ്രയാസമാണ്, അവർക്ക് ഒറ്റയ്ക്ക് വരാൻ മടിയാണ്, പിന്നെ ഭക്ഷണം കഴിക്കാൻ മടിയാണ്, ക്ലാസ്സിലിരിക്കാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയുന്നതോടുകൂടി എല്ലാം മാറുകയാണ്. അവർ പിന്നെ കുട്ടികൾ സ്കൂളിൻ്റെ ഭാഗമാവാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്പോർട്സ് നടത്തി, മറ്റുള്ള പരിപാടികൾ നടത്തി, അത് കഴിഞ്ഞ് നമ്മൾ വാർഷികാഘോഷത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മൾ നഴ്സറിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ച് സ്റ്റേജ് മുതൽ കയറ്റണം എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാ കുട്ടികളെയും എന്തെങ്കിലും ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുപ്പിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് നമ്മൾ കളിപ്പിക്കാൻ വിളിക്കുമ്പോൾ തന്നെ വരാൻ മടിയാണ്, ആദ്യം കരച്ചിലാണ്, പിന്നെ നമ്മൾ നല്ലോണം പറഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും കൂടെ കൂടി കളിക്കുകയാണ്. പക്ഷേ എല്ലാ കുട്ടികളും ഒരേപോലെ ആവില്ല ചിലപ്പോൾ കളിക്കുന്നത്. ചിലവർ കളിക്കുന്ന നല്ല ഭംഗിയുണ്ടാവും, ചിലപ്പോൾ അത്ര തന്നെ റെഡി ആവില്ല. പക്ഷേ എന്നാലും അവർ കൂട്ടത്തിൽ കൂടാനും കളിക്കാനും റെഡിയാണ്. ഇപ്പോൾ പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞ് അവസാനമൊക്കെ അപ്പോൾ ടീച്ചറെ ഇപ്പോൾ കളിക്കണ്ടേ, ഡാൻസ് കളിക്കണ്ടേ, തിരുവാതിരക്കളി കളിക്കണ്ടേ എന്നിട്ട് അവർ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾക്ക് തന്നെ അതൊരു ഇഷ്ടമായി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ കളി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് ഇനിയും കുറച്ച് ദിവസമുണ്ട്. പിന്നെ അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒപ്പനയും തിരുവാതിരയും ഡാൻസാണ് ക്ലാസ്സിൽ വന്നാൽ. അങ്ങനെ അവരൊരു ഗ്രൂപ്പ്, അവരുടെ ഒരു കൂട്ടം, അവരുടെ ആ കളികൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം എത്രത്തോളം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ നമ്മുടെ ഈ കുട്ടികൾ. നമ്മൾ സ്കൂളിൽ വന്നാൽ
എഴുതാനും വായിക്കാനും തന്നെയല്ല പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഈ പ്രായത്തിൽ 4-5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ എന്താണ് പഠിക്കേണ്ടത്, മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും നമ്പർ എന്തായാലും നിങ്ങൾക്കൊക്കെ അറിയാത്തതൊന്നും ആവില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ക്ലാസ്സിൽ വന്നിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അറിയാത്തതാവില്ല. ഓരോ രക്ഷിതാവും അറിയാത്ത കാര്യങ്ങളൊന്നും ആവില്ല. ഈ കുട്ടികൾ പഠിക്കുന്നത് ഈ പ്രായത്തിൽ അതാണല്ലോ പഠിക്കുന്നത്, തുടക്കമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്കൂളിൽ വന്നിട്ട് ഈ കുട്ടികൾക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ആദ്യം വരുന്ന സമയത്ത് ഇവർക്കൊന്ന് ക്ലാസ്സിലിരിക്കാൻ തന്നെ മടിയാണ്. പിന്നെയാണ് അവർ കൂട്ടുകൂടാനും കൂടെ കളിക്കാനും പിന്നെ പങ്കുവെക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്കൂൾ വന്നിട്ടാണ് ഇവർ പഠിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പായിട്ട് ഇവർ ഒത്തുചേർന്ന് പോകണം. പിന്നെ അവർക്ക് ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് പിന്നെ അവർ സ്കൂളിലെത്തിയാലും മാറണില്ല. പിന്നെ അതേ നില 1-ലും 2-ലും 3-ലും 7 വരെ അവർ അത് തന്നെ തുടർന്ന് പോവുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി 8ാം ക്ലാസ്സിലെത്തിയാലും ചിലപ്പോൾ അവർ ഇന്ന സ്കൂളിൽ ഞങ്ങൾക്ക് ഒപ്പം വേണം. അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നിലനിന്ന് പോകണം. അത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു പൗരന്മാരായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ ഈ ഒരു പ്രായത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ ഇപ്പം നമുക്ക് പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ വലുതായാലും നമുക്ക് 5 വയസ്സിൽ 6 വയസ്സിലൊക്കെ എന്താണ് അനുഭവം എന്നുള്ളത് നമുക്ക് പക്ഷേ വലുതായി ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ആ പ്രായത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ കൊടുക്കുക, ഏറ്റവും നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് രക്ഷിതാക്കളുടെ ഒരു സഹകരണം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. അത് വീണ്ടും ഒന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ കൂടുതൽ പറയുന്നില്ല. കാരണം നമ്മൾ കുട്ടികളൊക്കെ പുറപ്പെട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്, ഡാൻസും പാട്ടും റെഡിയായിട്ട് നിൽക്കുകയാണ് ഓരോ പരിപാടി അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ അവസരത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ 32ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് മാസ്റ്ററാണ്. നമ്മുടെ വാർഡ് കൗൺസിലറും കൂടിയാണ്, നമ്മുടെ പ്രധാന അധ്യാപകനായിരുന്നു. സുരേഷ് മാസ്റ്ററെ സ്നേഹാദരങ്ങളോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട HM റീന ടീച്ചറാണ്. റീന ടീച്ചറെ ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA പ്രസിഡൻ്റാണ് ഇന്നിവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്താണ് ഇന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ നോട്ടീസിൽ PTA പ്രസിഡൻറ്റിൻ്റെ പേരുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുജാത ടീച്ചറാണ്. ടീച്ചറെ ഇവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു ഒരുപാട് കാലം. സുജാത ടീച്ചറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മാനേജർ സൗദാമിനി, അവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്നിവിടെ ഈ വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എപ്പോഴും എത്ര വയ്യെങ്കിലും ഏത് സമയത്തും ഏത് രാത്രി വരെയും നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാ പരിപാടിയിലും എല്ലാ വർഷവും നമ്മുടെ കൂടെ വരാറുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും നിങ്ങൾക്കറിയാം, ഒരുപാട് ആകാംക്ഷയോടും താല്പര്യത്തോടു കൂടിയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. കാരണം ആദ്യമായിട്ടൊരു കുട്ടികൾ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്രാൻഡ് പാരൻസും എല്ലാവരും കുടുംബത്തോടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് റീന ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. താങ്ക് യു സുജിത ടീച്ചർ. നിരവധി പഠിതാക്കൾക്ക് വിജ്ഞാനത്തിൻ്റെ ചെപ്പ് തുറന്ന് കൊടുത്ത പ്രിയ അധ്യാപിക, നിരവധി ശിഷ്യസമ്പത്ത് സ്വന്തമാക്കി ഒടുവിൽ നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായി വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റീന ടീച്ചർ. റീന ടീച്ചറാണ് ഇന്നത്തെ ഈ ചടങ്ങ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. വിരമിച്ചിട്ടില്ല ടീച്ചർക്ക്, ശരിയാ, സോറി. നമ്മുടെ ഇന്നത്തെ ചടങ്ങ് നിയന്ത്രിക്കുന്ന റീന ടീച്ചറെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ സുജാത ടീച്ചർ, സുരേഷ് മാസ്റ്റർ, നഴ്സറിയിലെ പ്രധാനാധ്യാപിക സുജിത ടീച്ചർ, പ്രിയങ്കരനായ മുരളിയേട്ടൻ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂൾ ഇന്ന് 32ാം വാർഷികം ആഘോഷിക്കുകയാണ്. പരിചയസമ്പന്നരായ അധ്യാപകരും കുട്ടികൾക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി
കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റും നമ്മുടെ നഴ്സറിയുടെ മുതൽക്കൂട്ടാണ്. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്ന അധ്യാപകരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത് പറയാൻ കാരണം 25 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മകൾ ഇതേ നഴ്സറിയിൽ നിന്നാണ് അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത്. എൻ്റെ മകളെ പഠിപ്പിച്ച അധ്യാപിക കൂടിയാണ് സുജിത ടീച്ചർ. ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഇന്നും സുജിത ടീച്ചർ കുട്ടികളെപ്പോലെ തന്നെയാണ്. ആ ഒരു കാര്യം ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഞാൻ ഇന്നും വളരെ അഭിമാനത്തോടെ തന്നെയാണ് എല്ലാ വേദികളിലും പറയാറ് എൻ്റെ മകളും ഈ നഴ്സറിയുടെ ഭാഗമാണ് എന്നത്. നഴ്സറി വിദ്യാഭ്യാസം എന്നത് ടീച്ചർ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ വെറും ഒരു പഠന കേന്ദ്രമല്ല. നഴ്സറിയിൽ നമ്മൾ പഠിക്കുന്നത് സിലബസ് അനുസരിച്ചല്ല. വീടിൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്ന് ഒരു കുട്ടി ഒരു സമൂഹത്തിലേക്ക് മറ്റൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വയം തിരിച്ചറിയാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും രക്ഷിതാക്കളെ മനസ്സിലാക്കാനും ഒക്കെ കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത് നഴ്സറി ക്ലാസ്സുകളിലാണ്. നല്ല ശീലങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു പൗരനാണ്, ഒരു വ്യക്തിയാണ് ഞാനെന്ന് കുട്ടി തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് നഴ്സറിയിലെ ബാലപാഠങ്ങളിലൂടെയാണ്. അധ്യാപകരോടൊപ്പം രക്ഷിതാക്കൾ പൂർണ്ണ പിന്തുണയുമായി അധ്യാപകർക്കൊപ്പം നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ് നഴ്സറിയിലെ വിദ്യാഭ്യാസ സമയം എന്നത്. അധ്യാപകർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്. പണ്ടത്തെ രക്ഷിതാക്കളിൽ നിന്നും ഒരുപാട് വിടവ് ഇപ്പോഴത്തെ ഒരു രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ കുട്ടികളെ വളർത്തുന്ന ചുറ്റുപാട് പണ്ടുള്ളതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇന്ന്. അപ്പോൾ രക്ഷിതാക്കൾ അധ്യാപകരുടെ കൂടെ നിന്ന് നല്ല പൗരന്മാരായി കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ട എല്ലാ പിന്തുണയ്ക്കും അധ്യാപകർക്കൊപ്പം നിൽക്കണം എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. അധ്യാപകരെ 100% വിശ്വസിക്കുക. നമ്മളുടെ കുട്ടികളെ മിടുക്കന്മാരും മിടുക്കികളുമായി വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ 100% അർപ്പണബോധത്തോടെയാണ് അന്നും ഇന്നും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അധ്യാപകരോടൊപ്പം രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയും അധ്യാപകർക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ പരിപാടികൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ പ്രിയങ്കരനായ സുരേഷ് മാസ്റ്ററാണ്. സുരേഷ് മാസ്റ്ററെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീർഘകാലം നമ്മളുടെ സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച മികച്ച അധ്യാപകനും ഇപ്പോൾ ജനസേവകനുമായി തുടരുന്ന പ്രിയപ്പെട്ട സുരേഷ് മാസ്റ്ററെ ഈ പരിപാടിയുടെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു റീന ടീച്ചർ. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകനായി വിരമിച്ച് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറി. മലപ്പുറം നഗരസഭയുടെ 18ാം വാർഡ് കൗൺസിലറായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സുരേഷ് മാഷ് ഇന്നത്തെ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂളിൻ്റെ 32ാമത് വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അങ്ങയെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ വിദ്യാലയത്തിൻ്റെ 32ാമത് വാർഷികാഘോഷ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക കൂടിയായിട്ടുള്ള
റീന, വേദിയിലുള്ള നമ്മുടെ വിദ്യാലയത്തിൻ്റെ ദീർഘകാലം പ്രധാനാധ്യാപിക പദം അലങ്കരിച്ച ബഹുമാന്യയായ സുജാത ടീച്ചർ, നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ ജോലി ചെയ്ത് വിരമിച്ച, ഇപ്പോൾ ഈ നഴ്സറി വിദ്യാലയത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ബഹുമാനപ്പെട്ട മുരളി, വേദിയിലുള്ള നഴ്സറി സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക സുജിത, ഏറ്റവും പ്രിയ നിറഞ്ഞ രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, അതിലുപരി പ്രിയപ്പെട്ട കുട്ടികളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമല്ല, നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഒരു വളർച്ച 94 വർഷം പിന്നിട്ട ഒരു വിദ്യാലയം. അതിൻ്റെ വാർഷികാഘോഷമാണ് ഇന്നലെ ഇതേ വേദിയിൽ ഇവിടെ വെച്ച് നടന്നത്. ആ വിദ്യാലയത്തിൻ്റെ പ്രീ പ്രൈമറി വിഭാഗം ഇന്ന് 32 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 94 വർഷം മുൻപുണ്ടായിരുന്ന വിദ്യാലയത്തിൻ്റെ ആ ഒരു ഭൗതിക സാഹചര്യം, അതിൽ നിന്നും ഇന്നത്തേക്കുള്ളൊരു മാറ്റം. ഞാനും ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിൽ തന്നെയുള്ള സുജാത ടീച്ചർ, മുരളി, തൊട്ടുമുന്നിലിരിക്കുന്ന സതീശൻ തുടങ്ങി നിരവധി പേർ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികളും അതിനെ തുടർന്ന് ഈ വിദ്യാലയത്തിന് അധ്യാപകരുമാണ്. 94 വർഷം മുൻപ് ഈ വിദ്യാലയം തുടങ്ങുമ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ മാനേജർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പീശൻ പിന്നോക്ക മേഖലയിലുള്ള മലപ്പുറത്ത് വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങി വെച്ചൊരു വിദ്യാലയം. ആ വിദ്യാലയം തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസം നൽകുക എന്നതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി അന്നത്തെ ആ സാഹചര്യത്തിൽ അവർ തുടങ്ങി വച്ചിരുന്നു. നമ്മുടെ ഉച്ചക്കഞ്ഞി സമ്പ്രദായം നമ്മൾ ഇന്ന് വളരെ വലിയൊരു മേന്മയായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൊട്ടിഘോഷിക്കുമ്പോൾ അതിൻ്റെ തുടക്കം 1931 ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ അന്ന് തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ തക്ക വിധമുള്ള ഒരു സംവിധാനം അന്ന് തുടങ്ങി വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ച ഈ വിദ്യാലയം ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും പൊതുജനങ്ങൾ, സമൂഹം മുഴുവനായി വിദ്യാലയത്തെ ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യകാലത്ത് ഞങ്ങൾക്ക് ഇവിടെ പഠിച്ചിരുന്ന സമയത്ത്, ഈ വിദ്യാലയത്തിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ പ്രീ പ്രൈമറി വിദ്യാലയം 32 വർഷം, ഞാനൊക്കെ ഏകദേശം 26-27 വർഷക്കാലമാണ് ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ അർഹനായി അധ്യാപകനായി ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ വരുന്ന സമയത്ത് ഈ വിദ്യാലയത്തിലെ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ തൊട്ട് പിറകിൽ തൊട്ട് ചേർന്ന് നിൽക്കുന്ന പ്രീ പ്രൈമറി വിദ്യാലയം ഇതിന് തൊട്ട് താഴെയുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു, ഒരു ഓടിട്ട കെട്ടിടത്തിലായിരുന്നു. അതിനുശേഷം ഈ വിദ്യാലയത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങളിലുണ്ടായ വലിയ ഒരു മാറ്റം, ആ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത മാനേജ്മെൻറ്റ് ഇന്ന് മലപ്പുറം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും നല്ല ഭൗതിക സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നൊരു വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തെ മാറ്റാൻ ഈ മാനേജ്മെൻറ്റിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാലയവും ഇതിനോട് ചേർന്ന് ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ആ പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും തിരിച്ചറിയാം, ഒരു വിദ്യാലയത്തിൽ, ഒരു പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രീ പ്രൈമറി വിദ്യാലയം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ പഠനാവശ്യത്തിനും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രീ പ്രൈമറി വിദ്യാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും സുജിതയും റീനയും സൂചിപ്പിച്ചു, ഒരു വിദ്യാലയത്തിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ വിദ്യ അഭ്യസിക്കുക എന്നത് മാത്രമല്ല അതിൻ്റെ പരമലക്ഷ്യമായി നമ്മൾ കാണുന്നത്. സമൂഹത്തിലെ ഏറ്റവും ഉത്തമ പൗരനാക്കി ഒരു കുട്ടിയെ, വളർന്നു വരുന്ന വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടിയെ മാറ്റിയെടുക്കുന്നതിൽ
ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു വേദി അല്ലെങ്കിൽ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഉത്തമ പൗരനാക്കി മാറ്റിയെടുക്കാൻ അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും നടത്തുന്ന അധ്യാപകന്മാർ, അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ അധ്യാപകന്മാരോടും ഒപ്പം നിൽക്കുന്ന രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കളുടെ കൂടെ കൂടുന്ന കുട്ടികൾ, ഈ 4 വിഭാഗവും എവിടെയാണോ ഒരുപോലെ നിൽക്കാൻ കഴിയുക ആ പ്രദേശങ്ങളിൽ ആ സ്ഥലത്ത് മാത്രമേ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുള്ള മുന്നേറ്റവും അതുപോലെ തന്നെ അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കും വേദിയാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഈ വിദ്യാലയം എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കുക, പഠിച്ചതോടൊപ്പം അധ്യാപകനാകാൻ കഴിയുക, ആ അധ്യാപകനായതിനു ശേഷം അവസാന സമയത്ത് പ്രധാന അധ്യാപകനായി ഇവിടെ നിന്ന് വിരമിക്കാൻ കഴിയുക എന്നതിലുള്ള സന്തോഷം, ചാരിതാർത്ഥ്യം ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പരിശോധിച്ചാൽ കാണാം, നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാലയത്തിലേക്ക് എത്തുന്ന കുട്ടികളിൽ എനിക്കിവിടുന്ന് കുറേ പേരെ തിരിച്ചറിയാൻ കഴിയുന്നവരുണ്ട്. ഈ വിദ്യാലയത്തിൽ പഠിച്ച ആളുകൾ അതുപോലെ തന്നെ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികൾ, 2 വിഭാഗവും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പഠിച്ച കുട്ടികളുടെ മക്കളുമുണ്ട്, അതുപോലെ തന്നെ പഠിച്ച ആളുകളുടെ പേരക്കുട്ടികളും ഇവിടെ ഈ വിദ്യാലയത്തിൽ വന്നു ചേർന്ന് പഠിക്കുന്നു എന്നുള്ളത്. അങ്ങനെ കുട്ടികളെയും പേരക്കുട്ടികളെയും ഇവിടേക്ക് പറഞ്ഞയക്കണമെങ്കിൽ ഈ വിദ്യാലയത്തിൻ്റെ ഈ പ്രീ പ്രൈമറിയുടെയും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൻ്റെയും മേന്മകൾ തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ഈ വിദ്യാലയത്തിലേക്ക് അവരെ പറഞ്ഞയക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് മാതൃഭാഷയേക്കാൾ കൂടുതൽ നമ്മൾ ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകുന്നു എന്നത് ഒരു വിമർശനമായി പറയാം. അതൊരു വിമർശനം തന്നെയാണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാനെല്ലാം അതിന് വിമർശനപരമായി കാണുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇടപെടണമെങ്കിൽ നമുക്ക് ഏതെല്ലാം ഭാഷകൾ സ്വായത്തമാക്കാൻ കഴിയുമോ അതെല്ലാം സ്വായത്തമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് പൊതുസമൂഹത്തിൽ നമ്മുടെ ഇടുങ്ങിയ പ്രദേശത്തിൽ നിന്നും മുന്നിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഇടപെടണമെങ്കിൽ നമുക്ക് എല്ലാവിധ ഭാഷയും ലഭ്യമാകേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയായി നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷാ വിദ്യാഭ്യാസത്തിലായാലും ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾ നൽകി നമ്മുടെ ഈ വിദ്യാലയവും അതോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഈ പ്രീ പ്രൈമറി വിഭാഗവും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇവിടുത്തെ ഈ ഒരു വർഷക്കാലത്തെ നിരവധി പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം പ്രവർത്തനങ്ങൾ ഒരു വിദ്യാലയം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അതേ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും നമ്മുടെ ഈ നഴ്സറി സ്കൂളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി കുട്ടികൾക്ക് കിട്ടുന്ന അവാർഡുകൾ, നിരവധി കുട്ടികൾക്ക് കിട്ടുന്ന അനുമോദനങ്ങൾ എല്ലാം നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ കാണുന്നതിലായിരിക്കും കൂടുതൽ താല്പര്യം. നമ്മുടെ ഈ പ്രസംഗമൊക്കെ ഇങ്ങനെ സഹിച്ച് കേട്ടിരിക്കുകയായിരിക്കും. ഏതായാലും നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഈ ഒരു വളർച്ചയിൽ ഏറ്റവും വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇനിയും അനുദിനം നമ്മുടെ വിദ്യാലയത്തിന് ഉയർച്ചയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂളിൻ്റെ 32ാം വാർഷികാഘോഷം നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുരേഷ് മാഷ്. ഈ ചടങ്ങിന് ആശംസകൾ നടന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പ്രധാന അധ്യാപികയായി വിരമിച്ച നമ്മുടെ പ്രിയപ്പെട്ട PM സുജാത ടീച്ചറെ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം AP സ്കൂളിൻ്റെ ഭാഗമായ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂളിൻ്റെ 32ാം വാർഷികമാണ് ഇന്ന് ഇവിടെ അരങ്ങേറുന്നത്. 2030 എൻ്റെ മോന് ഈ സ്കൂളിൽ ചേർത്ത് തന്നെ 3 വയസ്സായപ്പോഴാണ്. അത്രയും വയസ്സ് ഈ സ്കൂളിൽ നഴ്സറി സെക്ഷനുണ്ട്. കാരണം സുജിത ടീച്ചറൊക്കെ തുടക്കം മുതൽ തന്നെയുള്ള ടീച്ചറാണ്. എല്ലാ കാര്യങ്ങളിലും പഠനം, പാഠ്യേതരം പ്രവർത്തനങ്ങളിലും എല്ലാം മികച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പോവൽ. കലാപരമായിട്ടും കായികമായിട്ടും എല്ലാ വിഭാഗത്തിലും മത്സരങ്ങൾ ഒക്കെ നമ്മളെ സ്കൂളിലെ കുട്ടികൾക്ക് നടത്തലുണ്ട്. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഒത്ത് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഈ സെക്ഷനിൽ നിന്ന് സാധിക്കുന്നുണ്ട്.
നമ്മുടെ നഴ്സറി സെക്ഷൻ്റെ ടീച്ചേഴ്സും വളരെ ആത്മാർത്ഥമായി എല്ലാവരോടും സഹകരിച്ച് നല്ല നിലയിൽ നടത്തി പോരുന്നുണ്ട്. നമുക്ക് തന്നെ അഭിമാനിക്കാം. അതുതന്നെ ഈ നഴ്സറി സെക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അത് നല്ലൊരു ഇന്നലെ നടന്ന വാർഷികാഘോഷത്തിൽ തന്നെ മനസ്സിലായി. നല്ല പരിപാടികളാണ് നമ്മുടെ സ്കൂളിൽ അവതരിപ്പിക്കുന്നത്. ഇനിയും തുടർന്നും പല നല്ല പരിപാടികളും അവതരിപ്പിക്കാൻ കഴിയട്ടെ. നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ ഈ മത്സരത്തിന് അതുപോലെ ഈ നഴ്സറിയിലത്തെ കുട്ടികൾക്ക് റെയിൻബോ വാർഷിക പരീക്ഷകളും നടത്തുന്നുണ്ട്. അതിലും നമ്മുടെ ഇവിടുത്തെ നഴ്സറിയിൽ ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞു, ഫസ്റ്റ് റാങ്ക് നമ്മുടെ നഴ്സറിക്കാണ് കിട്ടിയത്. ആ കുട്ടിയെയും ആ കുട്ടിയുടെ രക്ഷിതാവിനെയും അതുപോലെ ടീച്ചറെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയും കുട്ടികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത് ടീച്ചേഴ്സ് തന്നെ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തന്നെ നല്ല മെച്ചമാണ്. ഇങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതോടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സുജാത ടീച്ചർ. നമുക്കൊരു 1ാം റാങ്ക് കിട്ടിയ കുട്ടി UKG ഉള്ളതുകൊണ്ട് ആദ്യം നമുക്ക് UKG നിന്ന് തുടങ്ങാം. അതാണല്ലോ ഒരു മര്യാദ. UKG ചെയ്യാം. 1ാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് അസ്സാൻ KB 2001 രൂപ ക്യാഷ് അവാർഡും സ്വർണ്ണ മെഡലുമാണ് മുഹമ്മദ് അസ്സാൻ എന്ന മിടുക്കൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂൾ 1ാം റാങ്ക്. UKG വിഭാഗത്തിൽ 3ാം റാങ്ക് 2 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. മിൻഹ KP 96 മാർക്ക് 100 അതിൽ കരസ്ഥമാക്കി 501 രൂപ ക്യാഷ് അവാർഡും മെഡലും. മിൻഹ KP സംസ്ഥാന തലത്തിൽ 3ാം റാങ്ക്. UKG വിഭാഗത്തിൽ 3ാം റാങ്ക് മറ്റൊരു കുട്ടി കൂടി കരസ്ഥമാക്കിയിരിക്കുന്നു. മുഹമ്മദ് ഐസിൻ 96 മാർക്ക് 501 രൂപ ക്യാഷ് അവാർഡും മെഡലും. കൈയടിക്കുക. അതിനുശേഷം മ്യൂസിക്കും ഉണ്ടാവും. നിങ്ങൾ കൈയടിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിറഞ്ഞ കൈയടികൾ നൽകുക. എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു വലിയ പ്രോത്സാഹനം തന്നെയാണ്. സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു റിസ്വ 100ൽ 95 മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് 4ാം റാങ്ക്. 4 മുതൽ 15 വരെ റാങ്കുകാർക്ക് 151 രൂപ ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റുമാണ് ലഭ്യമാവുക. 95 മാർക്കുമായി 4ാം സ്ഥാനം റിസ്വ. റാങ്ക് ഹോൾഡേഴ്സിന് ലഭിക്കുന്നത് ക്യാഷ് അവാർഡും മെഡലും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുമാണ്. 4ാം റാങ്ക് റിസ്വ. 5ാം റാങ്ക് 2 പേർ കരസ്ഥമാക്കിയിരിക്കുന്നു. ഒരാൾ മുഹമ്മദ് സയാൻ KM 94 മാർക്ക്. മുഹമ്മദ് സയാൻ KM 5ാം റാങ്ക്. അഞ്ചാം റാങ്ക് നസ മഹർ 94 മാർക്കുമായി സംസ്ഥാന തലത്തിൽ 5ാം റാങ്ക്. UKG വിഭാഗം നസ മഹർ. റാങ്ക് ഹോൾഡേഴ്സിന് ലഭിക്കുന്നത് ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റും. 5ാം റാങ്ക് നസ മഹർ. ഇത് നമ്മുടെ വിദ്യാലയത്തിനല്ല സംസ്ഥാന തലത്തിൽ തന്നെയാണ് എന്നറിയിക്കുന്നു. അടുത്തത് 7ാം റാങ്ക് 2 പേർ കരസ്ഥമാക്കിയിരിക്കുന്നു. 92 മാർക്ക് നേടിക്കൊണ്ട് ഫാത്തിമ ഷൻസ CH 7ാം റാങ്ക് 92 മാർക്ക്. 3 പേരാണ് 7ാം റാങ്കിന് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് അർഹമായിരിക്കുന്നത്. ഒരാൾ ഫാത്തിമ ഷൻസ CH.
അടുത്ത നൈമ ടി, 7ാം റാങ്ക് നൈമ ടി. ഇപ്പോൾ ഈ സമ്മാനം വാങ്ങുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ വേദിയുടെ പുറയിലേക്ക് ഇന്ന് വരണം. ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും മെഡലും ഒന്ന് ഏറ്റുവാങ്ങുന്നതിനായി ആ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വേദിയുടെ പുറയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. 7ാം റാങ്ക് നൈമ ടി. നൈമ ടി. 7ാം റാങ്ക് വേദ എസ്. വേദ എസ്. റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഫോട്ടോ ആവശ്യമുള്ളവർ സിഞ്ചു സ്റ്റുഡിയോ മക്കരപ്പറമ്പ് വിദ്യാലയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോകൾ ലഭ്യമാണ് എന്നറിയിക്കുന്നു. സിഞ്ചു സ്റ്റുഡിയോ മക്കരപ്പറമ്പ് അവരാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 8ാം റാങ്ക് 91 മാർക്കുമായി 2 വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ജാസിം മുഹമ്മദ് സംസ്ഥാന തലത്തിൽ 8ാം റാങ്ക്. ജാസിം മുഹമ്മദ്. വേദിയിലൂടെ സമ്മാനം വാങ്ങുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ വേദിയുടെ അടുത്തേക്ക് കടന്നു വരണം. കുട്ടികളുടെ സർട്ടിഫിക്കറ്റും മെഡലും ക്യാഷ് അവാർഡും അത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കണമെന്ന് അറിയിക്കുന്നു. 8ാം റാങ്ക് പ്രിൻസ് കെ പി. 8ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന പ്രിൻസ് കെ പി. അടുത്തതായി 90 മാർക്കുമായി സംസ്ഥാന തലത്തിൽ 9ാം റാങ്ക് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്ന മെഹ്റ ജസീർ. 9ാം റാങ്ക് മെഹ്റ ജസീർ. എൺപത്തിയെട്ട് മാർക്കുമായി സംസ്ഥാന തലത്തിൽ 11ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ ഹിദാഷ് മുഹമ്മദ്. ഹിദാഷ് മുഹമ്മദ് 11ാം റാങ്ക്. അടുത്തതായി 12ാം റാങ്ക് 87 മാർക്കുമായി 12ാം റാങ്ക് 2 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഒന്ന് ഫെല്ല ഫാത്തിമ. നമ്മുടെ വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ മാറി മാറി നമ്മുടെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. വേദിയിലുള്ള പ്രിയപ്പെട്ടവർ ചേർന്ന് മാറി മാറി കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. 12 റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു ഫെല്ല ഫാത്തിമ. 2 പേരാണ് 87 മാർക്കുകൾ നേടിയിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തിലേക്ക് 12ാം റാങ്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊരാൾ മുഹമ്മദ് റയ്യാൻ. മുഹമ്മദ് റയ്യാൻ സംസ്ഥാന തലത്തിൽ 12ാം റാങ്ക്. അടുത്ത 13ാം റാങ്ക് 86 മാർക്കുമായി 2 കുട്ടികൾ. ഒരാൾ അലൻ ഫറാസ്. അലൻ ഫറാസ്. 86 മാർക്ക് നേടിക്കൊണ്ട് സംസ്ഥാനത്തിൽ 13ാം റാങ്ക് അലൻ ഫറാസ്. മറ്റൊരാൾ അസ ഐ. അസ ഐ. അസ ഐ 84 മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ 15ാം റാങ്ക് 2 കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്നു. ആൻഡ്രിയ. ആൻഡ്രിയ 15ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് 100-ൽ 84 മാർക്ക്. അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടികളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആവശ്യമുള്ളവർ സിഞ്ചു സ്റ്റുഡിയോ മക്കരപ്പറമ്പ് നമ്മുടെ വിദ്യാലയത്തിലുള്ള അധ്യാപകരുമായി ബന്ധപ്പെട്ടാൽ സിഞ്ചു സ്റ്റുഡിയോ മക്കരപ്പറമ്പ്. 15ാം റാങ്ക് മറ്റേ കുട്ടി റഫ്ന ഫാത്തിമ സി. റഫ്ന ഫാത്തിമ സി 84 മാർക്കുമായി 15ാം റാങ്ക്.
ഇനിയും നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നമ്മുടെ UKG വിഭാഗത്തിൽ കരസ്ഥമാക്കിയിട്ടുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അങ്ങനെ UKG വിഭാഗത്തിൽ 1ാം റാങ്ക് അടക്കം 15ാം റാങ്ക് വരെ കരസ്ഥമാക്കിയ കുട്ടികളെയാണ് ഇപ്പോൾ ഈ വേദിയിലൂടെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും മെഡലും നൽകി നമ്മൾ ആദരിച്ചത്. എല്ലാ കുട്ടികൾക്കും അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് LKG വിഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10,000-കണക്കിന് കുട്ടികൾ പങ്കെടുത്ത സംസ്ഥാന തലത്തിൽ നടത്തിയ റെയിൻബോ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ LKG വിഭാഗത്തിൽ 3ാം റാങ്ക് സംസ്ഥാന തലത്തിൽ കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ SS വാനോളം ഉയർത്തിയ റസാൻ റഹൂ 96 മാർക്ക്. നല്ലൊരു കൈ കൊടുക്കുക, നല്ലൊരു കൈ. സംസ്ഥാന തലത്തിൽ 3ാം റാങ്ക് റസാൻ റഹൂ. ഒന്നും രണ്ടും റാങ്കുകൾ 1 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നമ്മളെ കൈവിട്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. 3ാം റാങ്ക് 96 മാർക്കുമായി റസാൻ റഹൂ. 4ാം റാങ്ക് 95 മാർക്ക് നേടിക്കൊണ്ട് 5 കുട്ടികളാണ് ഇവിടെ നിന്നും സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. ആദം മുഹമ്മദ് ഇപ്പോൾ വരും. ആദം മുഹമ്മദ്. ഈ സമ്മാനങ്ങൾ വാങ്ങുന്ന കുട്ടികളുടെ ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ മെഡലും സർട്ടിഫിക്കറ്റും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഏറ്റുവാങ്ങുന്നതിനായി വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഫോട്ടോ ആവശ്യമുള്ളവർ സിഞ്ചു സ്റ്റുഡിയോ മക്കരപ്പറമ്പ്, നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ അവരുടെ ഒരു റൂം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബന്ധപ്പെടുക. ആദം മുഹമ്മദ്. അതിനുശേഷം അലൻ ദർശിത് PP. 4ാം റാങ്ക്. അലൻ ദർശിത് PP 95 മാർക്ക് നേടിക്കൊണ്ട് 4ാം സ്ഥാനം. അടുത്ത അലോഷി M. 4ാം റാങ്ക്. വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അലോഷി M. അലോഷി M ഇപ്പോൾ വേദിയിലേക്ക് 4ാം റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കനുള്ള സമ്മാനം വിതരണം ചെയ്യുന്നു. അലോഷി M 95 മാർക്ക് നേടിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ റെയിൻബോ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ 4ാം റാങ്ക്. അലോഷി M. കൈയടിക്കാൻ മറന്നു പോകുന്നുണ്ടെന്ന്. അടുത്തത് 4ാം റാങ്ക് മുഹമ്മദ് റബീഹ് AT. 4ാം റാങ്ക്. മുഹമ്മദ് റബീഹ് AT. അടുത്തത് 4ാം റാങ്ക് നിഹാര ശരത്. 4ാം റാങ്ക് നിഹാര ശരത്. 4ാം റാങ്ക് നിഹാര ശരത് LKG. അടുത്തത് 94 മാർക്കുമായി 2 കുട്ടികൾ സംസ്ഥാന തലത്തിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. അയാൻഷ് പ്രവീൺ. അയാൻഷ് പ്രവീൺ. 94 മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് 5ാം റാങ്ക് സംസ്ഥാനത്ത് നേടിയ അയാൻഷ് പ്രവീൺ LKG വിഭാഗം. 5ാം റാങ്ക് മറ്റൊരു കുട്ടി കൂടി കരസ്ഥമാക്കിയിരിക്കുന്നു. അയാന മറിയം. സമ്മാനങ്ങൾ വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരും കൂടി മാറി മാറി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അയാന മറിയം. ഏഴാം റാങ്ക് 92 മാർക്കുമായി ഐസ മെഹറി. 92 മാർക്ക് കരസ്ഥമാക്കി
സംസ്ഥാന തലത്തിൽ 7ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന LKGയിലെ മിടുക്കി ഐസ മെഹറിൻ. തൊണ്ണൂറ്റിയൊന്ന് മാർക്കുമായി 8ാം റാങ്ക് 2 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. റിസ ഫാത്തിമ KM. റിസ ഫാത്തിമ KM. കൈയടിക്കാൻ മറക്കില്ല. സ്റ്റേജിലേക്ക് നോക്കി എത്ര ചെറിയ കുട്ടിയാണ്, തീരെ ചെറിയൊരു കുട്ടി. അത് മത്സര പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 8ാം റാങ്ക് കരസ്ഥമാക്കി. നല്ലൊരു കൈയടി, ഒന്നോടൊന്ന് കൈയടിക്കുക. റിസ ഫാത്തിമ KM. 8ാം റാങ്ക് 2 പേർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷൻസ ഫാത്തിമ OP. ഷൻസ ഫാത്തിമ OP 8ാം റാങ്ക്. അടുത്തത് 90 മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് 2 കുട്ടികൾ 9ാം റാങ്ക് നമ്മുടെ വിദ്യാലയത്തിനായി നേടിത്തന്നു. ഐൻ ഫാത്തിമ P. ഐൻ ഫാത്തിമ P. ഐൻ ഫാത്തിമ P 9ാം റാങ്ക്. 9ാം റാങ്ക് കരസ്ഥമാക്കിയ മറ്റൊരു കുട്ടി സിയ മെഹറിൻ VP. സിയ മെഹറിൻ VP. സിയ മെഹറിൻ VP 9ാം റാങ്ക്. അവാർഡ് നൈറ്റുകളിൽ എങ്ങനെ സമ്മാനം കൊടുക്കുന്നോ അതേ പ്രൗഢിയോടെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും ഈ വേദിയിലൂടെ നമ്മൾ സമ്മാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിറഞ്ഞ സദസ്, പ്രൗഢമായ വേദി. താങ്ക് യു സിയ മെഹറിൻ VP. 88 മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് 11ാം റാങ്ക് 7 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അശ്വി വിബിൻസി. അശ്വി വിബിൻസി. ഏഴ് കുട്ടികളാണ് 11ാം റാങ്കിന് അർഹമായിരിക്കുന്നത്. അശ്വി വിബിൻസി ഒരാൾ. അശ്വി വിബിൻസി. അടുത്ത ആയിഷ ലയ വി 11ാം റാങ്ക്. ആയിഷ ലയ. ആയിഷ ലയ വി 11ാം റാങ്ക്. അസ്യ ഫാത്തിമ. അസ്യ ഫാത്തിമ 11ാം റാങ്ക്. ഹൈഫ മറിയം ഓ. ഹൈഫ മറിയം ഓ 11ാം റാങ്ക്. ഫലാഹ് മുഹമ്മദ് കെ അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് കടന്നു വരുന്നത് 11ാം റാങ്ക് കരസ്ഥമാക്കിയ ഫലാഹ് മുഹമ്മദ് കെ.
അടുത്ത 11ാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് ഷഹിൻഷാദ് ടി. മുഹമ്മദ് ഷഹിൻഷാദ് ടി. അടുത്തത് 11ാം റാങ്ക് നഹാൻ നസ്മിൽ. നഹാൻ നസ്മിൽ 11ാം റാങ്ക് 88 മാർക്ക് കരസ്ഥമാക്കി. 11ാം റാങ്ക് നഹാൻ നസ്മിൽ. മാർക്ക് കരസ്ഥമാക്കി 12ാം റാങ്ക് സംസ്ഥാന തലത്തിൽ കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാലയത്തിലെ മെഹ്റ ഫാത്തിമ. മെഹ്റ ഫാത്തിമ 12ാം റാങ്ക്. ഇപ്പോൾ വേദിയിൽ മെഹ്റ ഫാത്തിമ 12ാം റാങ്ക്. പതിനാലാം റാങ്ക് 3 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഐഷ ഹെൻസ എം കെ 85 മാർക്കുകൾ കരസ്ഥമാക്കി സംസ്ഥാന തലത്തിൽ 14ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാലയത്തിലെ ഐഷ ഹെൻസ എം കെ. അടുത്തത് 14ാം റാങ്ക് ജമീല നവൽ പി കെ. ജമീല നവൽ പി കെ 14ാം റാങ്ക്. പതിനാലാം റാങ്ക് മുഹമ്മദ് ഇഷാൻ കെ വി. അടുത്തത് മുഹമ്മദ് ഇഷാൻ കെ വി. മാർക്കുമായി 14ാം റാങ്ക് മുഹമ്മദ് ഇഷാൻ കെ വി. മാർക്കും നേടിക്കൊണ്ട് 15ാം റാങ്ക് സംസ്ഥാന തലത്തിൽ കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാലയത്തിലെ ഇബലിൻ തനാസ്. ഇബലിൻ തനാസ്. ഇപ്പോൾ വേദിയിൽ LKGയിലെ ഇബലിൻ തനാസ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മെഡലും. 160ഓളം കുട്ടികളാണ് ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂളിൽ നിന്നും LKG UKG വിഭാഗങ്ങളിലായി സംസ്ഥാന തലത്തിൽ 10,000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ പങ്കെടുത്തത്. UKG വിഭാഗത്തിൽ 1ാം റാങ്ക് മുതൽ 15ാം റാങ്ക് വരെ നമ്മുടെ വിദ്യാർത്ഥി കുട്ടികൾക്ക് ലഭിക്കുകയുണ്ടായി. LKG വിഭാഗത്തിൽ 3ാം റാങ്ക് മുതൽ 15ാം റാങ്ക് വരെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളും നേടിത്തന്ന് നമ്മുടെ വിദ്യാലയത്തെ യശസ്സുയർത്തിയ പ്രിയപ്പെട്ട കുട്ടികൾക്ക്, അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകർക്ക്, അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എല്ലാം ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള മത്സര പരീക്ഷകളിൽ പങ്കിട്ട് നമ്മുടെ കുട്ടികൾ ഏറ്റവും മിടുക്കരായി ഈ വേദിയിലൂടെ കടന്നു വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഭാഗത്തിലെയും UKG വിഭാഗത്തിലെയും കുട്ടികളെ അതിന് പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപിക നമ്മുടെ പ്രിയപ്പെട്ട ഷീജ KS. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൽ സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച ശ്രീമതി സുജിത ടീച്ചർ അവർകൾക്കും ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ HM റീന ടീച്ചർ അവർകൾക്കും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ സുരേഷ് മാഷ് അവർകൾക്കും ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ച മുൻ HM സുജാത ടീച്ചർ അവർകൾക്കും ഞാൻ എൻ്റെയും നഴ്സറിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും അതേമാതിരി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയും എല്ലാവരെയും ഞാൻ സ്വാഗതം അല്ല പറയേണ്ടതെങ്കിലും ഞാൻ ഒന്നുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് എത്തിച്ചേരാൻ കുട്ടികളെ സമയത്തിന് ഇവിടെ ചേർത്ത എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതാത് സമയത്ത് എത്തിക്കാൻ പറഞ്ഞിരുന്ന കുട്ടികളെ അവരൊക്കെ കറക്റ്റ് സമയത്തിന് എല്ലാവരും എത്തിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് മേക്കപ്പും കാര്യമൊക്കെ സുഖമായിട്ട് നടക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ വാർഷികം നടക്കാൻ പോവാണ്, 32ാം വാർഷികം നടക്കാൻ പോവുകയാണ്. വിവിധ തരത്തിലുള്ള കലാപരിപാടികളെല്ലാം അരങ്ങേറുന്നുണ്ട്.
അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി വീണ്ടും രേഖപ്പെടുത്തുകയാണ്. നന്ദി. താങ്ക് യു ടീച്ചർ. അധ്യക്ഷ